ഇതല്ലാതെ ഈ 100 വർഷക്കാലത്തെ ചരിത്രത്തിൽ സമസ്തയുടെയോ കീഴ്ഘടകങ്ങളുടെയോ പ്രവർത്തനങ്ങൾ ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. സമസ്ത ചെയ്യുന്ന പ്രവർത്തനം സമസ്ത മാത്രമാണ് ചെയ്യുന്നത്. മുസ്ലിം ലീഗ് പ്രസ്ഥാനം സാമുദായിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. കുറേ കാര്യങ്ങൾ മുസ്ലിം ലീഗിന് ചെയ്തു തരാൻ സാധിക്കും. മുസ്ലിം ന്യൂനപക്ഷത്തിന് ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസിന് ചെയ്തു തരാൻ സാധിക്കും. അതുപോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രവർത്തന മേഖലയുണ്ട്. പക്ഷെ പരിശുദ്ധമായ ദീനിൻ്റെ ഇന്ന മാർഗത്തിലൂടെയാണ് നമ്മൾ പോകേണ്ടത്, അവിടെ നിന്ന് വ്യതിചലിച്ച് പോകരുത് എന്ന കണിശമായ നിലപാട് സ്വീകരിച്ച് അതിനുള്ള തെളിവുകൾ സലക്ഷ്യം മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി ആ നേർപാതയിലൂടെ കൂടെ തന്നെ സഞ്ചരിപ്പിച്ച് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് വെച്ചാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന കേരളത്തിലെ ഏറ്റവും വലിയ ആധികാരിക മതപണ്ഡിത സംഘടനയുടെ വിദ്യാർത്ഥി യുവജന വിഭാഗം. ഈ സംഘടന രൂപീകരിച്ചവർ മഹാനായ ഉസ്താദുൽ അസാത്തിദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ഷംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്, അഭിമന്യനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യനായ ഉസ്താദ് കെ.ടി. മാനു മുസ്ലിയാർ തുടങ്ങിയ മഹാപണ്ഡിതന്മാരും സാത്വികരും സാദാത്തുക്കളുമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബറക്കത്ത് ഈ സംഘടന കഴിഞ്ഞ 37 വർഷക്കാലത്തെ ചരിത്രത്തിൽ ഉടനീളം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശക്തിപ്പെടുത്തുക, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒപ്പം നിന്ന് കരുത്ത് പകർന്ന് മുന്നോട്ട് പോവുക, ഈ ഒരേ ഒരു വഴിയിലൂടെയാണ് ഈ സംഘടന ഇക്കാലം അത്രയും സഞ്ചരിച്ചത്. എന്തിനാണ് സമസ്തക്ക് ശക്തിപ്പെടുത്തിക്കൊണ്ട് സമസ്തയെ ഒപ്പം നിന്നുകൊണ്ട് സമസ്തയോട് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് കർമ്മസജ്ജരായി പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം മാത്രമാണ്. നമ്മളെ ഈ ദുനിയാവ് ഇന്നല്ലെങ്കിൽ നാളെ കഴിഞ്ഞു പോകും. മരണാനന്തരം നമുക്ക് രക്ഷ കിട്ടണം, ഖബറിൽ ശിക്ഷയില്ലാതെ രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തണം. ആ സ്വർഗത്തിലെത്താനുള്ള നമ്മുടെ എല്ലാ കാലത്തേക്കുമുള്ള ശാശ്വതമായ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള പരിശ്രമമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേറെ സമസ്തക്ക് യാതൊരു ലക്ഷ്യവുമില്ല. അതിൻ്റെ ഭരണഘടനയിൽ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പരിശുദ്ധ ദീൻ്റെ ഒറിജിനൽ മാർഗമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശ പ്രചരണം, അതിനെതിരായി വരുന്ന തെറ്റായ പ്രചരണങ്ങളെ, വിദഈ ചിന്തകളെ മുഴുവൻ പ്രതിരോധിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ നേർവഴിക്ക് നയിക്കുക. ഇതല്ലാതെ ഈ 100 വർഷക്കാലത്തെ ചരിത്രത്തിൽ സമസ്തയുടെയോ കീഴ്ഘടകങ്ങളുടെയോ പ്രവർത്തനങ്ങൾ ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. സമസ്ത ചെയ്യുന്ന പ്രവർത്തനം സമസ്ത മാത്രമാണ് ചെയ്യുന്നത്. മുസ്ലിം ലീഗ് പ്രസ്ഥാനം സാമുദായിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. കുറേ കാര്യങ്ങൾ മുസ്ലിം ലീഗിന് ചെയ്തു തരാൻ സാധിക്കും. മുസ്ലിം ന്യൂനപക്ഷത്തിന് ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസിന് ചെയ്തു തരാൻ സാധിക്കും. അതുപോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രവർത്തന മേഖലയുണ്ട്. പക്ഷെ പരിശുദ്ധമായ ദീനിൻ്റെ ഇന്ന മാർഗത്തിലൂടെയാണ് നമ്മൾ പോകേണ്ടത്, അവിടെ നിന്ന് വ്യതിചലിച്ച് പോകരുത് എന്ന കണിശമായ നിലപാട് സ്വീകരിച്ച് അതിനുള്ള തെളിവുകൾ സലക്ഷ്യം മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി ആ നേർപാതയിലൂടെ കൂടെ തന്നെ സഞ്ചരിപ്പിച്ച് ആർക്കാണ് മജ്‌ലിസുൻ നൂർ നടത്താൻ സാധിക്കുക? അത് സമസ്തക്കേ സാധിക്കൂ. ആർക്കാണ് 5 നേരത്തെ കൃത്യമായ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ കണിശമായ നിലപാട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുക? സമസ്തക്കാണ് സാധിക്കുക. ആർക്കാണ് നോമ്പിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുക? നമ്മുടെ പള്ളിയിലെ ഖത്തീബനാണ്, സമസ്തക്കാണ് സാധിക്കുക. ആർക്കാണ് ഹജ്ജിൻ്റെ പ്രാധാന്യവും സക്കാത്തിൻ്റെ പ്രാധാന്യവും പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുക? മദ്രസകളെ പഠിപ്പിക്കാൻ സാധിക്കുക, സമസ്തക്കാണ് സാധിക്കുക. നരകത്തിലേക്ക് പോകുന്ന വ്യഭിചാരത്തിൽ നിന്നും അന്യ സ്ത്രീകളുമായുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും ലഹരിയിൽ നിന്ന് വിട്ടുനിൽക്കാനും ബോധവൽക്കരിക്കാൻ ഫലിക്കുന്ന ബോധവൽക്കരണം, അത് മനസ്സിൽ തറയ്ക്കുന്ന വിധം ഖുർആനും ഹദീസും പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുത്ത് നമ്മുടെ ചെറുപ്പക്കാരെ നേർവഴിയിൽ നടത്താൻ ആർക്കാണ് സാധിക്കുക? സമസ്തയ്ക്കേ സാധിക്കും. ഒരു രാഷ്ട്രീയ സംഘടനക്കും ഇത് ചെയ്യാൻ കഴിയില്ല, ഒരു സാമൂഹ്യ സംഘടനക്കും ഇത് ചെയ്യാൻ കഴിയില്ല, ഒരു സാംസ്കാരിക സംഘടനക്കും ഇത് ചെയ്യാൻ കഴിയില്ല. ഈ കേരളത്തിലെ ഒരു പാർട്ടിക്കും ചെയ്യാൻ കഴിയാത്ത ഒരു സത്യസന്ധമായ ദീനിൻ്റെ മാർഗം പ്രചരിപ്പിക്കാൻ സമസ്തക്ക് മാത്രമേ സാധിക്കൂ. ആ സമസ്തയെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ചില പറത്താറുണ്ട്. സമസ്ത ഇന്നുവരെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ സമസ്ത കൃത്യമായ രാഷ്ട്രീയ നയമുണ്ട്. സമസ്തക്ക് രാഷ്ട്രീയമില്ല, വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം.
അങ്ങനെ സമസ്ത 100 കൊല്ലക്കാലമായി ഈ നിലപാട് പിന്തുടരുന്നത് ഇന്ത്യയിലെ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ എല്ലാവരും ഒരു പാർട്ടിയിലല്ല, പല പാർട്ടികളുമുണ്ട്. അത് സമസ്തക്ക് അങ്ങനെ തീരുമാനിക്കാനും സാധിക്കും. അതേസമയം ഏത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഇസ്ലാമിക ശരീഅത്തിനെതിരായ, സുന്നത്ത് ജമാഅത്തിനെതിരായ സമീപനങ്ങൾ വരുമ്പോൾ സമസ്ത ചോദ്യം ചെയ്യാറുണ്ട്. അത് സമസ്ത ഒരു ബാധ്യത നിർവഹിക്കുകയാണ്. അതിൻ്റെ പേരിൽ സമസ്ത നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുന്നു, നമ്മുടെ വരും തലമുറ ഈ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മരണപ്പെട്ടു പോകുമ്പോൾ സ്വർഗത്തിൻ്റെ മാർഗത്തിലേക്ക് പോകണമെങ്കിൽ സമസ്തക്കും അതിൻ്റെ കീഴ്ഘടകങ്ങൾക്കും കരുത്ത് പകരയല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. സമസ്തയെ ദുർബലപ്പെടുത്താൻ, യുവജന സംഘങ്ങളെ ദുർബലപ്പെടുത്താൻ, SKSSനെ ദുർബലപ്പെടുത്താൻ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പങ്കാളികളാവുകയാണെങ്കിൽ വരും തലമുറകൾ നമ്മളുടെ മക്കളെ നാളെ നരകത്തിൻ്റെ മാർഗത്തിലേക്ക് പോകാനുള്ള സഹായകമായ പ്രവർത്തനമായിരിക്കുമെന്ന് നമ്മൾ വളരെ ആലോചിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമസ്ത അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ, അതിനെല്ലാ സപ്പോർട്ടും ചെയ്യുക. സമസ്തയുടെ പ്രവർത്തനം ദീനിൻ്റെ പ്രവർത്തനമാണ്, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനമാണ്. ആ പ്രവർത്തനമായി 100 കൊല്ലക്കാലം പ്രവർത്തിച്ചതുപോലെ ഇനിയും മുന്നോട്ട് പോകാൻ സമസ്തയെ അനുവദിക്കുക. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ വരും തലമുറകളെ കൂടി ഈ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായകമാകും. ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മക്കൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.